ഫോൺ എടുക്കട്ടെ? സിബിൽ സ്കോർ കുറവ്. EMI ഇട്ട് ചോദിച്ചപ്പോ ലോൺ കിട്ടിയില്ല. എടുത്ത് ഫോൺ എടുക്കുന്ന കാര്യമല്ല. എത്ര തവണ തന്നെ ഞാൻ വിളിച്ചേ, എന്നാ നീ ഫോൺ എടുക്കാത്തെന്ന്? നിങ്ങൾ വിളിച്ചെന്തിനാ? എന്നോട് സംസാരിക്കാനാണോ? അല്ലടി, ഞാൻ നിന്റെ കോളർ ട്യൂൺ കേൾക്കാൻ വിളിച്ച. എങ്ങനെയുണ്ട് എന്റെ കോളർ ട്യൂൺ? എന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് ചേർന്ന കോളർ ട്യൂണാണ് ഞാൻ ഇട്ടേക്കുന്നത്. പ്രീനി, നീ എന്നെ അറിയാതിരുന്നാൽ എന്തിനാണിനി എന്റെ ജന്മോ? അതെന്നാണ് ചോദിക്കുന്നത്. നിന്നെ പോലുള്ള ജന്മമൊക്കെ എന്തിനാടി? നീ എന്റെ വീട്ടിൽ നിന്ന് എന്തിനാടി ഇവിടെ വന്നേ? എന്തൊരു കുട്ടിയും പറിച്ചു വന്ന? ഞാൻ ആ വീട്ടിൽ നിക്കത്തില്ല, ഞാൻ ആ വീട്ടിൽ നിക്കത്തില്ല, ഞാൻ ആ വീട്ടിൽ നിക്കത്തില്ല, ആ വീട്ടിൽ ഞാൻ നിക്കത്തില്ല. നീ ഭൂമിയിലൊന്ന് നിക്കാമോ? ആദ്യം നിക്കാമോ? ഞാൻ ഇവിടെ ഉണ്ട്, നിങ്ങൾ അങ്ങനെ അറിഞ്ഞു? ഓ, ഇവൾ എന്തൊരു അഹങ്കാരിയാണെന്നറിയാവോ? കല്യാണം കഴിഞ്ഞു വന്ന ആദ്യ സമയത്തൊക്കെ ഇവൾ എന്ത് പറയുന്നത് ഞാൻ വാങ്ങിച്ചു കൊടുക്കും. അവസാനം ഞാൻ ആ കൊടുപ്പങ്ങ് നിർത്തി. അതെന്താ നിർത്തിയത് പറ. അവസാനം ഇവള് തെറി പറയാൻ തുടങ്ങി. ഞാനത് ഇവിടുന്ന് വാങ്ങിച്ചു കൊടുക്കും. എണ്ണ ഇരിപ്പുണ്ടോടി? ഞാനിവിടെ ആട്ടിക്കൊണ്ടിരിക്കുക. എടുത്തു തരാം ഇച്ചിരി കഴിയുമ്പോ. പുതുമയാ നോക്കിക്കോണി ഈ മനുഷ്യന്. അപ്പൊ സോപ്പാടാ? നിങ്ങൾക്ക് ഇപ്പൊ എന്തോ വേണ്ട? നിങ്ങൾക്ക് നഖം വെട്ടി വേണോ, എണ്ണ വേണോ, സോപ്പ് വേണോ? എനിക്കത് ഒരു നഖം വെട്ടി, ഒരു എണ്ണ, ഒരു സോപ്പും വേണം. ബാക്കിക്ക് മുട്ടായിയോട് തരട്ടെ? അമ്മൂസും പ്രകാശനും കൂടെ ഭയങ്കര വഴക്കം, മുട്ട വഴക്കം. അന്നിങ്ങനെ നോക്കട്ടെ, ഞാൻ കാര്യമൊന്നുമില്ല കേട്ടോ. അന്നെന്തോ ഇങ്ങനെ എന്നെ ഒരു അർത്ഥം വെച്ചൊരു നോട്ടം. എന്നാ 6 മണിയാകുമ്പോ ബേക്കറി പൂട്ടത്തില്ലയോ? അവിടെ 6:10 ആകുമ്പോ ഇവിടെ വരും. എന്തോ എളുപ്പമല്ലേ? വീട്ടിൽ വരുമല്ലോ 6 മണിയാകുമ്പോ, 6:10 ആകുമ്പോ വീട്ടിൽ വരുന്നു. അത് എന്തുവാ അവിടുത്തെ ആ ചെറുക്കം കൊണ്ടുവിടുവാന്ന് നമ്മുടെ വീടിന്റെ വാതിക്കല് ബൈക്കില്. അതിലും തോന്നി അവിടുത്തെ ചെറുക്കം കൊണ്ടുവിടുന്ന സഹായിക്കുന്ന ബേക്കറിലെ ചെറുക്കം കൊണ്ടുവിടും. ഒരു തെറ്റുമില്ല. അതെന്തിനാ നമ്മുടെ വാതിക്ക കൊണ്ടുവന്ന് വിടുന്നത്? അവരെ വാതിക്ക കൊണ്ടുവരുന്നത് തിരിക്കാൻ സ്ഥലമില്ല. അവർ അമ്മായിമ്മയും പ്രകാശനും കാണുമെന്നുള്ള അപ്പൊ അതിനകത്തൊരു കള്ള വില്യണ്ണ അതുണ്ട് അണ്ണ. അതൊക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ പ്രകാശനോട് പറഞ്ഞേടാ, എനിക്ക് ഇതൊക്കെ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. നമ്മുടെ ഗേറ്റിൽ അവിടെ കൊണ്ടുവിടുന്നതിന് നിനക്കെന്താ വേദന? അന്ന് എത്ര നേരം ഒന്ന് പറഞ്ഞോടാണ് അവള് വരുന്നത് നോക്കി, അവൻ തിരിച്ചു പോകുന്നത് നോക്കി, ഞാൻ ആ മുള്ളിന്റെ ഇടയിൽ ഇരിക്കുന്നത്. അവന് കഴിക്കാൻ വല്ലതും ഉണ്ടാക്കിയായിരുന്നു? കഞ്ഞിയുണ്ട്, കിഴങ്ങുണ്ട്. നിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നല്ല ഞാൻ ചോദിച്ചത്. പറഞ്ഞാ നീ എന്തോ എടോ വാസുദേവ, എനിക്ക് തരാനുള്ള ശ്രീധര പൈസ തന്നില്ലെങ്കിൽ മോള് നാളെ വീട്ടിൽ നിൽക്കും. അയ്യോ, ആ നിൽക്കുന്ന എന്റെ അച്ഛൻ വാസുദേവനല്ല, അത് വാഴയാ. പിന്നെ നിന്റെ അച്ഛൻ ആരാന്നാ നിന്റെ വിചാരം? എന്റെ അച്ഛനെ ശരിക്കും അറിയത്തില്ല. അതൊക്കെ നേരത്തെ ഇറക്കി വെക്കണോ? അതാണോ പറഞ്ഞത്? എന്റെ അച്ഛനെ നല്ല അന്തസ്സും ആഭിചാരം ഉള്ളവനാ. ആഭിചാരോ? ആഭിജാത്യം. അയ്യോ, ഭയങ്കര ആഭിജാത്യവാ. തൊഴുത്തിൽ നിന്ന് കാള ചത്തപ്പോ പശുവിനെ വെള്ളസാരി ഉടിപ്പിച്ച് പഞ്ചായത്തിൽ നിന്ന് വിധവാ പെൻഷൻ മേടിച്ചു. അതും പറയും, അതിനപ്പുറവും പറയും. എടോ, ഞാനേ എന്റെ അച്ഛനെ സ്വപ്നത്തിൽ കണ്ട് 1 മണിക്കൂർ സംസാരിച്ചെന്ന് പറഞ്ഞ് ഇയാൾ എന്നെ തല്ലിയില്ലയോടോ? 1 മണിക്കൂർ സംസാരിച്ചാലല്ല നിന്നെ തല്ലിയത്. പിന്നെ ആ 1 മണിക്കൂർ നിന്റെ അച്ഛനോട് നീ സംസാരിച്ചിട്ടും എനിക്ക് തരാനുള്ള ശ്രീധര പൈസ നീ എന്താ ചോദിക്കാഞ്ഞേ? ഒന്നും കേൾക്കുന്നില്ല. അത് റേഞ്ച് ഇല്ലാത്തോണ്ട് എന്തോ ഞാൻ വിളിച്ചത്. മോളെ, വീഡിയോ കോൾ ഒന്ന് വിളിച്ച ഞാൻ കുഞ്ഞിനെ ഒന്ന് കാണറി. പിന്നെ ഇനി 3 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ അടുത്തോട്ട് ഇത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഫോണ് റേഡിയോ സ്റ്റേഷനാ. ഉണ്ടോ? റേഡിയേഷനാന്ന്. അപ്പൊ നീ വരുമ്പോ കണ്ടോളാം. അതാ അല്ല, ഞാൻ അരുണേട്ടനോട് ഒരു കാര്യം ചോദിക്കണമെന്ന് പറഞ്ഞോണ്ട് ഞാൻ ഇരിക്കുവായിരുന്നു. ഈ പ്രസവ സമയത്ത് ബ്ലഡ് ആവശ്യം വന്നപ്പോ എന്തോ നിങ്ങളുടെ പെങ്ങളുടെ ബ്ലഡ് എന്റെ ശരീരത്തോട്ട് കുത്തിവെച്ചത് എനിക്കത് ഇഷ്ടപ്പെട്ടതേ ഇല്ല. എനിക്ക് അർജന്റ് ആയിട്ട് ബ്ലഡ് വേണമെന്ന് പറഞ്ഞപ്പോ അവിടെ ഗ്രൂപ്പും നിന്റെ ഗ്രൂപ്പും സെയിം ആണ്. അന്നേരം വെച്ചല്ലേ അത്? അയ്യോ, ബ്ലഡ് ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞങ്ങൾ ചേർന്നോണ്ടല്ലോ. അവളെന്നോട് സ്നേഹം കൊണ്ടൊന്നും ചെയ്തൊന്നും അല്ല, അവൾക്ക് ഫ്രൂട്ട് കിട്ടും, അതുകൊണ്ട് മാത്രം ഞാൻ ചെയ്ത. ഞാൻ വീട്ടിലോട്ട് പറഞ്ഞ ഞാൻ ഈ ബ്ലഡ് ഞാൻ അവളുടെ അടുത്ത് തിരിച്ചു കൊടുത്തിട്ടേ ഞാൻ മിണ്ടത്തുള്ളൂ. എനിക്ക് ദേഷ്യം വന്നിട്ട് എനിക്ക് എന്റെ കൈയും കാലം ഇറക്കുന്ന ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. നീ എന്തിനാണ് എന്നോട് ചൂടാവുന്നത്? ഞാനാണോ